മോർണിംഗ് ബെൽസിൽ ഇനി ലൈഫ് ലൈൻ. സെക്രട്ടേറിയറ്റിൽ സ്ഥിതി ചെയ്യുന്ന ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PR ജയ നമ്മോട് സംസാരിക്കുന്നു. നമസ്കാരം, ലൈഫ് ലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മഴക്കാലത്ത് ശീലിക്കേണ്ട ചര്യകളെപ്പറ്റി നോക്കാം. മഴക്കാലത്ത് ആഹാരം തന്നെയാണ് യഥാർത്ഥ ഔഷധം. കാരണം വർഷകാലം എന്ന് പറയുന്നത് അഗ്നിമാന്ദ്യം ഉണ്ടാകുന്ന ഒരു കാലമാണ്. ശരീരത്തിൽ വാതം എന്ന ദോഷം അതിയായി കോപിച്ചും പിത്തദോഷം ചയ അവസ്ഥ, അതായത് രോഗത്തിന് മുൻപുള്ള അവസ്ഥയിൽ രോഗകാരിയായിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് വർഷകാലം. അതിനാൽ തന്നെ ദഹന വ്യവസ്ഥ വളരെയധികം ഇംബാലൻസ്ഡ് അല്ലെങ്കിൽ യാതൊരു സമതുലനവും ഇല്ലാതിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ് വർഷകാലം. കൂടുതലും ആയുർവേദ ശാസ്ത്രത്തിൽ വർഷകാലത്ത് ദീപനപാചനങ്ങളായിട്ടുള്ള ആഹാരങ്ങളും ഔഷധങ്ങളുമാണ് നിർദ്ദേശിക്കുന്നത്. ആഹാരം കഴിവതും 2 നേരത്തേക്ക് ആക്കി ചുരുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് ദഹനത്തെ കൂടുതൽ ത്വരിതപ്പെടുത്തും. അതിനോടൊപ്പം തന്നെ എരിവ്, പുളിവ് എന്നിവ മിതമായും പക്ഷെ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ടുള്ള ആഹാരങ്ങളാണ് ശീലിക്കേണ്ടത്. നാരടങ്ങിയ ഭക്ഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലാവസ്ഥയാണ് വർഷകാലം. വർഷകാലത്ത് വളരെയേറെ പാനകങ്ങൾ കുടിക്കാനായിട്ട് ആയുർവേദ ശാസ്ത്രം കൽപ്പിക്കുന്നുണ്ട്. അവയിൽ ചിലത് നമുക്ക് നോക്കാം. ഒന്ന്, തേൻ ചേർത്ത വെള്ളം വർഷകാലത്തിൽ ഏറ്റവും പറ്റിയ ഒരു പാനീയമാണ്. രണ്ടാമതായിട്ട് മുക്കുടി എന്ന് പറയുന്ന ഒരു പ്രിപ്പറേഷൻ. ഈ മുക്കുടിയുടെ മറ്റൊരു രൂപാന്തരം തന്നെയാണ് കർക്കിടക മാസത്തിൽ കൽപ്പിക്കപ്പെടുന്ന ഔഷധക്കഞ്ഞി. ചുക്ക്, ജീരകം, കൊത്തമല്ലി ഇങ്ങനെയുള്ള തീക്ഷ്ണ വീര്യമുള്ള ദ്രവ്യങ്ങൾ ഇട്ട് മോര്, മഞ്ഞൾ ചേർത്ത് കുറുക്കിയെടുക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് മുക്കുടി എന്ന് പറയുന്നത്. ഇത് വയറ് ശുദ്ധിയാക്കാനും ദഹന വ്യവസ്ഥയെ ത്വരിതപ്പെടുത്താനും സഹായിക്കുന്നു. കൂടാതെ കേരളത്തിൽ പണ്ടുതൊട്ടേ തന്നെ വർഷകാലമാകുമ്പോൾ ഉപയോഗിക്കുന്നതായ ചില പ്രിപ്പറേഷൻസ് ഉണ്ട്. അത് പത്തിലക്കറി, ചേമ്പ്, ചേന, തഴുതാമ ഇങ്ങനെയുള്ള ഇലക്കറി, 10 കൂട്ടം ഇല വെച്ചുണ്ടാകുന്ന ഇലക്കറികളും അവ കിഴികെട്ടി ഉണ്ടാക്കുന്ന കഞ്ഞി, അതൊരു ഔഷധ കഞ്ഞി പോലെ ഉപയോഗിക്കാവുന്നതാണ്. ഇതും ദഹന വ്യവസ്ഥയെ വളരെയധികം ത്വരിതപ്പെടുത്തുവാൻ സഹായിക്കുന്നു. തൈര് വെള്ളം വളരെയധികം യുക്തമായ ഒരു പാനമാണ് ഈ കാലാവസ്ഥയിൽ. മറ്റ് ആഹാരങ്ങളെല്ലാം തന്നെ മിതമായിട്ടായിരിക്കണം, എന്നാൽ എരിവും പുളിവും വേണ്ടതാണ്. ഉദാഹരണത്തിന് മാംസങ്ങൾ, അതായത് ജാങ്കല മാംസം, ചെറിയ മൃഗങ്ങളുടെ മാംസം കൊത്തിയരിഞ്ഞ് വേവിച്ച് അവയുടെ സൂപ്പ് ഉണ്ടാക്കി അതിൽ ചുക്ക്, ജീരകം, ഇഞ്ചി മുതലായവ ചേർത്ത് കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. രണ്ടാമതായിട്ട് പച്ചക്കറി കൊണ്ടുണ്ടാക്കുന്ന സൂപ്പുകൾ പോലെയുള്ള, ഇപ്പം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാറുള്ള സൂപ്പ്, അത് വർഷകാലത്താണ് ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിലെ പാചകാഗ്നി എന്ന് പറയുന്നത് ആയുർവേദ ശാസ്ത്രത്തിൽ നിഷ്കർഷിക്കുന്നത് അഗ്നി എന്നത് ശരീരത്തിൻ്റെ ഏറ്റവും അനിവാര്യമായൊരു ഘടകമാണ്. നമ്മുടെ ശരീരം മുഴുവൻ സ്രോതസ്സുകളാൽ നിർമ്മിതമാണ്. ഈ സ്രോതസ്സുകളിലെല്ലാം ഓരോ നിർമ്മാണ പരിണാമ പാക പ്രക്രിയകൾ ഈ അഗ്നി മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ദഹന അഗ്നിയെ നിജപ്പെടുത്തിയാൽ മാത്രമേ മറ്റ് അഗ്നികൾക്കും, അതായത് ശരീരത്തിലെ രക്തത്തിൽ പോലും ഓരോ അഗ്നി നിൽക്കുന്നു. രക്തത്തിൻ്റെ പാകപ്രക്രിയകൾക്ക് അഗ്നി ആവശ്യമാണ്, മാംസത്തിൽ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ അഗ്നികളെയും ബലവത്താക്കാൻ വേണ്ടി ജഠരാഗ്നി അല്ലെങ്കിൽ ദഹന അഗ്നിയെ ഏറ്റവും കൂടുതൽ വീര്യവത്തായിട്ട് നിലനിർത്തേണ്ടതാണ്. അതിനുവേണ്ടി വർഷകാലത്തിൽ പറയുന്ന ചര്യകളെല്ലാം തന്നെ വളരെയധികം സഹായിക്കുന്നു. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കാനാണ് ഈ കാലത്ത് പറയുന്നത്. മറ്റ് ഔഷധങ്ങൾ ഇട്ടുണ്ടാക്കുന്ന കഞ്ഞിയും ഈ കാലത്ത് വിശേഷമായി പറയുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് നമ്മൾക്ക് കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞിയും നിഷ്കർഷിക്കപ്പെടുന്നത്. ഇനി കൂടുതൽ ആഹാരങ്ങൾ ദഹനപ്രക്രിയയെ ഒരു രീതിയിലും ബാധിക്കാത്ത ആഹാരങ്ങൾ നല്ലോണം വ്യായാമം ചെയ്യുന്ന ഓരോരുത്തർക്കും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ മറ്റു വ്യായാമങ്ങളെ അപേക്ഷിച്ച് വർഷകാലത്ത് മിതമായ വ്യായാമമാണ് പറയുന്നത്. എന്നാൽ കൂടി ശരിയായ രീതിയിൽ വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് അല്പം കൂടി ദഹനമുള്ള ആഹാരങ്ങളും നിഷ്കർഷിക്കപ്പെടാവുന്നതാണ്. ഈ ചര്യകൾ, വർഷകാല ചര്യകൾ നമ്മൾ നേരായ രീതിയിൽ പാലിച്ചു പോവുകയാണെങ്കിൽ ഗ്രീഷ്മ ഋതുവിൽ നിന്നും വർഷകാലത്തിലേക്കുള്ള ഒരു ചേഞ്ച്, ശരീരത്തിനുണ്ടാകുന്ന ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാനും ശരീരബലം നിലനിർത്താനും തദ്വാര പകർച്ചവ്യാധികളെ ഒഴിവാക്കുവാനും സാധിക്കുന്നതാണ്.